മധ്യേഷ്യയിൽ നിന്ന് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് എത്തുന്നത്. യുദ്ധഭീതിയിലായിരുന്ന മേഖലയിൽ താൽക്കാലികമായെങ്കിലും ആക്രമണം ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് മേൽ കനത്ത ആക്രമണം നടത്തിയ ഇറാൻ ആക്രമണം അവസാനിപ്പിച്ചെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നു. ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് അറിയിച്ചത്. ഏറെ ആശ്വാസം നൽകുന്ന തീരുമാനമാണിത്. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രസിഡന്റ് പ്രശംസിച്ചു. ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുന്നു. ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങളായിരുന്നു. ദേശീയ സുരക്ഷയ്ക്ക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേണം. ഇതിനായുള്ള ശ്രമങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കില്ലെന്നും റൈസി വ്യക്തമാക്കി. ഇബ്രാഹിം റൈസിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഹേരിയും സൈനിക നീക്കം അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഇസ്രായേലിനെതിരായ സൈനിക ഓപ്പറേഷൻ തങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചു. ഇനി ഇസ്രായേൽ പ്രതികരിച്ചാൽ മാത്രം മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാഖിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തുവിട്ടത്. കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ്റെ ആക്രമണത്തോട് ഇസ്രായേൽ പ്രതികരിച്ചത്. ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ തൊടുത്തത്. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഡ്രോണുകൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം തുടങ്ങിയത്. ഇറാൻ തൊടുത്ത 200ഓളം ഡ്രോണുകളും 10 മിസൈലുകളും തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. പിന്നാലെ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രായേലിന് നൽകുമെന്ന് US പ്രഖ്യാപിച്ചു. അതേസമയം സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സൗദി അറേബ്യ രംഗത്തെത്തി. ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൗദി ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിരുന്നു. അതിനിടെ കരുതലോടെയാണ് ഇറാൻ്റെ നീക്കമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇനി ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് നേരിട്ടെത്തി. അമേരിക്കയും സൗദിയും ഖത്തറും ഇറ്റലിയും ഒമാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘർഷം ഒഴിവാക്കാനായി രംഗത്ത് വന്നിരുന്നു. നിലവിലെ സ്ഥിതി മുതലാക്കി ഗസയിൽ സമാധാനത്തിന് വിലപേശാനും US നിർത്തിവെച്ച ആണവ ചർച്ച പുനരാരംഭിക്കാനുമാണ് ഇറാൻ്റെ താൽപ്പര്യമെന്നും റിപ്പോർട്ടുകൾ വന്നു. US ഇറാൻ ചർച്ചയിൽ ഇടനിലക്കാരായ ഒമാൻ്റെ പ്രതിനിധിയെ അവർ ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തരമൊരു ഉറപ്പിൻ്റെ പേരിലാവും ആക്രമണത്തിൽ നിന്ന് ഇറാൻ പിന്തിരിഞ്ഞതെന്നും വിലയിരുത്തലുണ്ട്. ഇസ്രായേൽ ആക്രമണത്തോട് ഇറാനിലെ പൊതുസമൂഹം അനുകൂലമായാണ് പ്രതികരിക്കുന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതിനൊപ്പം ഇസ്രായേലിൻ്റെ അടുത്ത നീക്കം എന്താവുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു.